ഹലോ. നമസ്കാരം. ഞാനേ ഇന്ന് എൻ്റെ ഒരു പ്രൊഫഷനിലേക്ക് ഞാൻ വന്നതും, അതുപോലെ തന്നെ എൻ്റെ ഒരു പാഷനായിട്ടുള്ള ജോലി ഞാൻ ചെയ്യാനായിട്ടുള്ള കാരണവും, അതുപോലെ തന്നെ ഏഹ് എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചസ്, ഒരു വഴിത്തിരിവായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു സാധാരണ ഗ്രാമത്തിൽ, പാലക്കാടിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളാണ്. തിരുനെല്ലാപുരം എന്ന സ്ഥലത്ത്, ചീനിക്കോടാണ് എൻ്റെ വീട്. എനിക്ക് അച്ഛനും അമ്മയും പ്രായമായ അച്ഛമ്മയുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാരാണ് 2 പേര്. മൂത്ത ഒരു സഹോദരനുണ്ട്, താഴെ ഒരു സഹോദരനുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അതിൽ ഞാൻ പഠിച്ചിട്ടുള്ളതൊക്കെ അവിടെ ചെറിയ എൽ-പി, യു-പി സ്കൂളുകളിലും അതുപോലെ ഹൈസ്കൂളിലും, ഒരു പിന്നെ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം ആലത്തൂർ എസ്.എൻ. കോളേജിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങളെപ്പോഴും നടന്നൊക്കെ പോയിട്ടാണ് കോളേജിലൊക്കെ പോകുന്നതൊക്കെ. ഒരു 5 കിലോമീറ്ററോളം നടന്ന് പോകും. ഒരുപാട് പേര് ഒരുമിച്ചങ്ങനെ നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു സംഘമായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ബസ്സൊക്കെ നമുക്ക് കിട്ടാനായിട്ട് വളരെ പാടായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താലാണ് ഒരു ബസ് വരിക. ആ ബസ്സിൽ തന്നെ അത്യാവശ്യം ആൾക്കാരും ഉണ്ടാവും. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളെപ്പോഴും നടന്ന് വളരെ നല്ല സന്തോഷത്തോടു കൂടി പോകും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോരുത്തരും എന്ത് ജോലിയാണ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡിഗ്രി ആയിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് എടുക്കാനാണ് തീരുമാനം, അങ്ങനെയൊക്കെ ഓരോരുത്തരും ചോദിച്ച് പോകുന്ന സമയത്ത് എല്ലാവരും പറയും, എനിക്ക് ടീച്ചറാവണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാവണം, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു സർവീസ് എനിക്ക് പറയാനായിട്ട് അന്ന് കിട്ടുമായിരുന്നില്ല. പക്ഷെ എനിക്കതെല്ലാം ഡോക്ടറാവാൻ ഇഷ്ടമാണെന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ടീച്ചർമാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ടീച്ചറാവാനാവില്ല ആഗ്രഹം. അതേസമയം ഡോക്ടറുടെ കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഡോക്ടറാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഞാൻ പഠിക്കുന്നത് സുവോളജിയാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ എൻട്രൻസ് പോലെയുള്ള കോച്ചിങ്ങിനൊക്കെ പോകണമെന്നും, അത് ദൂരെ പോയി പഠിക്കണം, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച്, ഞാനൊന്നും അങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് ഡോക്ടറാവണം, അല്ലെങ്കിൽ മൃഗ ഡോക്ടറാവണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പം എൻ്റെ ലൈഫിൽ തന്നെ, എൻ്റെ ചിന്തകളിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട്, എനിക്ക് സുവോളജിയിൽ ജെനറ്റിക്സ് ആയിരുന്നു മെയിനായിട്ടുള്ളൊരു സബ്ജക്റ്റ് കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെനറ്റിക്സിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഫീൽഡ് വിസിറ്റ്, അപ്പോൾ ഡൗൺ സിൻഡ്രോം, അതുപോലെ ജെനറ്റിക് അനോമലീസ് ഉള്ള കുട്ടികളെയൊക്കെ കാണാനായിട്ട് ഒരു സ്കൂളുകളിലും ഒരു സ്ഥാപനങ്ങളിലൊക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിസിറ്റുകൾ നടത്തുമ്പോൾ ഞങ്ങളിവിടുന്ന് ഭയങ്കര വണ്ടിയിൽ ഭയങ്കര ആഘോഷത്തോടു കൂടിയൊക്കെ പോകും. പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അവരെയൊക്കെ പാട്ട്, അങ്ങനെ കളികൾ, അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് അവരെ ഹാപ്പിയാക്കിയിട്ട് വരുന്ന സമയത്ത് ഞാനന്ന് തന്നെ എൻ്റെ മൈൻഡിൽ വിചാരിച്ചിരുന്നു, ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചറായാൽ നല്ലതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എൻ്റെ പ്രൊഫഷനിൽ ഇവർക്ക് വേണ്ടി ആയിരിക്കണം ഞാൻ ഇനി ജീവിക്കേണ്ടത് എന്ന് വരെ ഞാൻ ആ സമയത്ത് ആലോചിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിൽ അപ്പം തൊട്ട് ഉള്ള ഒരു ചേഞ്ചസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ഥലത്ത് എനിക്ക് പഠിപ്പിക്കാനായിട്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ദിവസം തന്നെ എനിക്ക് പല കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഒരു കാര്യം മൈൻഡിലുള്ളത് കൊണ്ട് ചെമ്പ്രാക്കിയിലുള്ളൊരു ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നൊരു ടീച്ചിങ് കോഴ്സ് ഉണ്ട്, അതിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയായി മാറും എന്നുള്ളൊരു കാര്യം പറയുകയും അവരെന്നെ അങ്ങോട്ട് പറഞ്ഞയക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പം അങ്ങനെ എനിക്കത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ, അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചതാണ്, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പെട്ടെന്ന് ചെയ്തുകൊണ്ട് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോയിട്ട് എനിക്ക് ഈ ഒരു കാര്യം ചെയ്യണം. അവർ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കി അതിൻ്റെ മേൽനോട്ടവുമായിട്ട് മുന്നോട്ട് പോകണം എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്ന കോഴ്സായിരിക്കണം ഞാൻ എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ഒരു പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിക്കുകയും, അത് എനിക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടൊരു കോഴ്സ് ഉണ്ടെങ്കിൽ നല്ലതാണെന്നുള്ള ഒരു അന്വേഷണം, പാരാമെഡിക്കൽ കോഴ്സുകളായിരുന്നു അന്വേഷിക്കുന്ന സമയത്ത്. അന്നപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള കാര്യങ്ങളും TV കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല. അപ്പം അതുപോലെ തന്നെ അവിടെ
ഏതെടുക്കണമെന്ന് പറഞ്ഞു തരാനുള്ള ഒരാളും എനിക്ക് അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരോട് ചോദിച്ചാലും ഒന്നുകിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടീച്ചിങ് അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ അന്നത്തെ ഒരു പേപ്പർ കട്ടിങ്ങിൽ കണ്ടു മധുരൈ ക്യാമറാജ് യൂണിവേഴ്സിറ്റിയുടെ ഡയറ്റീഷ്യൻസിൻ്റെ കോഴ്സിനെക്കുറിച്ച്. ഇതെന്താണെന്ന് പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ച് കേരളത്തിൽ അതെവിടെയാണുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. അത് വലിയ ദൂരത്തൊന്നും എന്നെ വിടുകയും ചെയ്യില്ല. നിയറസ്റ്റ് ആയിട്ട് വിമല കോളേജിലുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ വന്ന് പഠിക്കാനായിട്ട് ഞാൻ ചേരുകയും ആ ഒരു ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഫഷണലി ഞാനൊരു ഡയറ്റീഷ്യനായിട്ട് മാറുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്തെല്ലാം ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഉയരവും തൂക്കവും മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതേസമയം ഞാൻ എൻ്റെ വിമല കോളേജിലെ പഠനം കഴിയുന്നതോടൊപ്പം തന്നെ അവിടെ PG ഡിപ്ലോമയ്ക്കാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ ഒരു പഠനം കഴിയുന്നതോടുകൂടി എൻ്റെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ നോർമലായി. അതുപോലെ തന്നെ ഞാൻ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്തൊക്കെ നോർമൽ BMI ആയിട്ടാണ് ഞാൻ പോയിരുന്നത്. അവിടെ എത്തി പിന്നെ വിംസ് ഹോസ്പിറ്റലിൽ സീനിയർ ഡയറ്റീഷ്യനായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നീട് എൻ്റെ മാരേജും അമ്മായി ബന്ധപ്പെട്ടൊരു സാഹചര്യം വന്നപ്പോൾ പലരും ഞാൻ മാരേജ് കഴിക്കുന്നില്ല, ഈ പൈസ ഉണ്ടാക്കി ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ പോയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മാരേജിന് എൻ്റെ വീട്ടിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. 23 ഇയേഴ്സ് ആയ ആ സമയത്ത് അവിടെ മാരേജിന് വേണ്ടി പ്രഷറൈസ്ഡ് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരെന്താണ് ഞാൻ മാരേജ് ചെയ്യാത്തതെന്നൊക്കെ വിചാരിച്ച് ഭയങ്കര വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ആലോചന ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ ഒരു ആലോചന വരികയും അപ്പം എൻ്റെ ഹസ്ബൻഡ് മാരേജിന് വേണ്ടി അവരെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുന്ന ഒരു സമയത്ത് അപ്പം ഞാൻ ആലോചിച്ചു, ഇപ്പം മാരേജ് കഴിച്ച് കഴിഞ്ഞ ഒരു പക്ഷേ അവർ നമ്മൾ ഈ പറഞ്ഞ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് മാരേജ് കഴിക്കാൻ മാറുന്നത്. പക്ഷേ അന്ന് എന്നെ കാണാൻ വന്നിരുന്ന ഇപ്പം മാരേജ് ചെയ്ത ഹസ്ബൻഡിൻ്റെ അമ്മ വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോനെ വർഷങ്ങളായിട്ട് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരാളും പെണ്ണ് കൊടുക്കുന്നില്ല. കാരണം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സുഖമില്ലാത്തൊരു മോനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പലരും ഇങ്ങനെ പറയുമ്പോൾ അവർ പിന്തിരിയാണ്, നിങ്ങൾക്കും ആകെ ഒരു മോളല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷേ നിങ്ങൾ മാരേജ് ചെയ്ത് തരുമെന്ന് അറിയില്ലല്ലോ, പക്ഷെ ഞങ്ങൾ വന്ന് നോക്കിയെന്ന് മാത്രം എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു സർവീസ് അല്ലേ ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു ഏറ്റവും നല്ല വഴിയായിരിക്കും എന്ന് മനസ്സിലാക്കുകയും ഞാൻ ആ മാരേജിന് സമ്മതിക്കുകയാണ് ചെയ്തത്. പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവരും ബാക്കിയുള്ളവരൊക്കെ അതിനെ എതിർത്തു. പക്ഷെ ഞാൻ ആ ഒരു ഇതിന് സമ്മതിക്കുകയും പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു ഫിസിക്കലി ആൻഡ് മെൻ്റലി ചാലഞ്ചറായിട്ടുള്ള ഒരു ബ്രദർ എൻ്റെ ഹസ്ബൻഡിനുണ്ട്. അവരുടെ കൂടെയാണ് ഞാൻ എപ്പോഴും താമസിക്കുന്നത്. 63 ഇയേഴ്സായി ഇപ്പം. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു സ്ഥാപനം ഉണ്ടാക്കുക. അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന പല സ്ഥലത്തും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇങ്ങനെയുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കണ്ടപ്പോൾ, അമ്മമാരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടപ്പോൾ, അവരിനിയിപ്പോൾ നാളെ ആര് നോക്കും, ഞങ്ങളുടെ ഒരു കാലശേഷം അവരെ ആര് നോക്കും എന്നൊരു ചോദ്യചിഹ്നം അവരുടെ മനസ്സിലുള്ളതായിട്ടും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുട്ടികളുടെ സംരക്ഷണം അല്ലെങ്കിൽ ടേക്ക് കെയർ, അതുപോലെ പ്രായമായവരുടെ ആയാലും അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ ഏണിങ്സും ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ളൊരു തലമുറയെ വാർത്തെടുക്കാനും അതോടൊപ്പം തന്നെ അസുഖമില്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കുന്നതോടൊപ്പം ജീവിതശൈലി രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനുമുള്ള ഒരു മിഷനുമായിട്ട് ഞാനിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ സ്റ്റോറി, ഫോർ വാച്ചിങ്